നമസ്കാരം. ഈ ജിയോ ഫൈബർ ഭൂലോക തട്ടിപ്പായി മാറിയിരിക്കുകയാണ്. മനുഷ്യനെ എങ്ങനെ ഞെക്കിപ്പിഴിഞ്ഞ് ഊറ്റിയെടുക്കാമെന്ന് ഗവേഷണം ചെയ്തവരാണിതെന്ന് ഇവരുടെ പ്രവൃത്തിയിൽ നമുക്ക് തോന്നിപ്പോകും. എല്ലാ മാസവും 6-ാം തീയതി ഇന്റർനെറ്റിന്റെ ബിൽ വരുമെന്നാണ് ഇവർ പറയുന്നത്. 7-ാം തീയതി രാവിലെ പണം അടച്ചവന് നെറ്റ് കട്ട് ചെയ്യുന്ന പണിയാണ് ഇവരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബിൽ സൈക്കിൾ തുടങ്ങുന്നത് 7-ാം തീയതിയാണ്. അന്ന് പണം അടച്ചാൽ മതിയാകും. എന്നാൽ അയാൾ 6-ാം തീയതി പണം അടച്ചില്ലെങ്കിൽ സംഗതി ഗുലുമാലാകും. ഇത് വേറെ ആരുടെ അനുഭവമല്ല, ഞങ്ങളുടെ അനുഭവമാണ്. ഞങ്ങളുടെ എറണാകുളത്തുള്ള ഓഫീസിലെ ബില്ല് അത് അടയ്ക്കേണ്ടത് 6-ാം തീയതിയാണ്. ബിൽ തുക 1700 രൂപ. ഒരു മാസം മുമ്പ് ജിയോയുടെ ലോക്കൽ ഓഫീസിൽ പോയി അത് മാറ്റി 900 രൂപയുടെ പ്ലാൻ ആക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ മാസം കൂടി 1700 രൂപ അടയ്ക്കണമെന്നും അടുത്ത മാസം മുതൽ മാറ്റിത്തരാമെന്നും പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസം, അതായത് മാർച്ച് മാസത്തിൽ അവർ പറഞ്ഞതനുസരിച്ച് ആ തുക അടച്ച് വിഷയം അവസാനിപ്പിച്ചു. വീണ്ടും ഏപ്രിൽ മാസം 7-ാം തീയതി രാവിലെ പ്ലാൻ ചേഞ്ച് ചെയ്തുകൊണ്ട് പണമടച്ചപ്പോൾ അവർ പറയുന്നത് കുടിശ്ശികയുണ്ടെന്നാണ്. ഡ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയുവാൻ പാടില്ലാത്തവരെയാണ് കസ്റ്റമർ സർവീസിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത്. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കൊച്ചു പിള്ളേരെ കസ്റ്റമർ കെയറിലിരുത്തി എങ്ങനെയെങ്കിലും കസ്റ്റമറുടെ പോക്കറ്റിൽ കിടക്കുന്ന പണം കവർന്നെടുക്കുന്നു. ഓരോ മാസവും കസ്റ്റമർക്ക് പ്ലാൻ ചേഞ്ച് ചെയ്യാനോ പുതിയ പ്ലാൻ തിരഞ്ഞെടുക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാര്യം കസ്റ്റമർക്ക് നടക്കത്തേയില്ല. മാത്രമല്ല, നമ്മളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറുമ്പോൾ നിസ്സാര പൈസ ഷിഫ്റ്റിംഗ് ചാർജായി അടച്ചാൽ കണക്ഷൻ മാറ്റിത്തരുമെന്നാണ് കമ്പനി പറയുന്നത്. എല്ലാ കമ്പനികളും അങ്ങനെയാണ്. എന്നാൽ ജിയോയിൽ മാത്രം പുതിയ കണക്ഷൻ എടുക്കണമെന്ന് കൂടുതൽ പണം പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള ഭീകരന്മാരെ നമ്മുടെ നാട്ടിൽ ആവശ്യമുണ്ടോ? നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഭൂലോക ഉടായ്പാണ്. ജിയോ ഓരോ മാസത്തെയും അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് വാങ്ങുന്നത്. പ്ലാൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇവർ നൽകുന്നില്ല. ഇതിൻ്റെ പേര് പിടിച്ചുപറി എന്നാണ്. ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളെയും കമ്പനിയുടെ കസ്റ്റമർ കെയറിൽ ഇരുത്തത്തുമില്ല. ഫോണിൽ സംസാരിച്ച കസ്റ്റമർ കെയറിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ആര് വിളിച്ചാലും ഇതേ മറുപടി തന്നെ ആയിരിക്കും കിട്ടുന്നതെന്നാണ്. അതായത് ബോധമുള്ള ആരും അവിടെ ഇല്ലെന്നാണ് അയാൾ പറഞ്ഞതിൻ്റെ സാരം. എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ഒബ്രോൺ മാളിലുള്ള ജിയോ സെൻറ്ററിൽ നിന്നാണ് കണക്ഷൻ എടുക്കുന്നത്. അവർ പരസ്യപ്പെടുത്തിയിരിക്കുന്ന 2 ഫോണിൽ വിളിച്ചാലും ഫോൺ എടുക്കാറില്ല. പഴയ ചില കീറച്ചാക്ക് കച്ചവടക്കാരുടെ രീതിയാണ് ഇവർ കാണിക്കുന്നത്. പാവപ്പെട്ടവരുടെ പണം പിടിച്ചു പറിച്ച് എങ്ങനെ സ്വന്തം കീശ വീർപ്പിക്കാമെന്ന് മാത്രം ചിന്തിക്കുന്ന ഇത്തരം ഭീകരന്മാരുടെ ഒരു കേന്ദ്രമായി മാറി നമ്മുടെ കേരളം. നമ്മുടെ നാട്ടിൽ ഇവന്മാരെ വളർത്തേണ്ട വല്ല കാര്യമുണ്ടോ? ചിന്തിക്കണം.